ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വെച്ച് വന്നതാണ്. ഇത് തലേ ദിവസം കേട്ടോ, ഞങ്ങൾ വെറുതെ അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരെയും കണ്ടു പോരാന്നുള്ളതിൽ പോയതാണ്. ജസ്റ്റ് വെറുതെ പോയതാണ്. ഇത് വേറൊരു കസിൻ്റെ കുട്ടിയാണ്. എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോനാണ്, അതായത് എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റാണ്. ഇത് കസിൻസുകളാണ്. എല്ലാവരോടും കൂടുമ്പോൾ നല്ല രസം. അവൾ പ്രേമിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയതാണ്. പിന്നെ ഇത് രാവിലെ എല്ലാവരും ഒരുങ്ങി വന്ന ഫോട്ടോ സെക്ഷനാണല്ലോ. എന്തെങ്കിലും പരിപാടി ഉണ്ടാവാൻ കാത്തിക്കാണല്ലോ ഫോട്ടോ എടുക്കാൻ. അതുപോലെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതാണ് നമ്മുടെ ചെക്കൻ കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോവാൻ സമയമായതുകൊണ്ട് എല്ലാവരും വേഗം ഇറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വല്ലാതെ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പോവാൻ സമയമായതുകൊണ്ട് എല്ലാവരും വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. മാരേജ് ഉറപ്പിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. എൻഗേജ്മെൻറ്റിന് അവന് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വന്നിട്ട് അവൻ്റെ ലീവിനനുസരിച്ചൊക്കെയാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അനിയനും ഭാര്യയാണ് കേട്ടോ, എൻ്റെ സ്വന്തം അനിയനും ഭാര്യയാണ്. ഇതിലൊക്കെ കയറണം എന്നുള്ള ആലോചനയിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. 2 ട്രാവലറും പിന്നെ കാറും ഒക്കെ ഉണ്ട്. കാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കയറണം എന്നൊക്കെ. ഞാൻ എന്തായാലും അമ്മേൻ്റെയൊക്കെ കൂടെ ട്രാവലിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും കൂടി പോകുമ്പോൾ രസമല്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. വണ്ടൂരാണ് കേട്ടോ, തിരുവാലിയാണ് കേട്ടോ ചെക്കൻ്റെ വീട്. പെണ്ണിൻ്റെ വീട് വണ്ടൂർ തന്നെയാണ്, കാപ്പിലാണ്. അപ്പോൾ അങ്ങോട്ട് ആണ് ഞങ്ങൾ പോകുന്നത്. അമ്മയും ഏട്ടനും എല്ലാവരും ഈ വണ്ടിയിൽ തന്നെയാണ്. എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്. നിശ്ചയത്തിന് പോവല്ലേ, ഭയങ്കര സീരിയസ് ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. ഇത് അനിയത്തിയാണ്, ചെറിയ അനിയത്തിയാണ് കേട്ടോ എൻ്റെ. അത് പിന്നെ എപ്പോൾ വേണേലും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ റെഡിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി അവിടേക്ക് വലിയ വണ്ടി അങ്ങനെ പോയാൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് വണ്ടി കുറച്ച് റോട്ടിൽ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോവാണ് കേട്ടോ അവളെ വീട്ടിലേക്ക്. അത്യാവശ്യം 100-100ൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് ആൾക്കാരുണ്ട്. അവന് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ വണ്ടിയൊക്കെ മേലെ നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്ന് ഇങ്ങനെ വരുന്ന ടൈം കൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതാ ചെക്കൻ ഫ്രണ്ടിലിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കസേരയിലിരുന്ന് വെള്ളം കുടിച്ചു. ബാഗിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അവനോരോന്ന് പറഞ്ഞാണ്ട് ഓരോ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കസിൻസ് എല്ലാവരും കൂടിയിട്ടോ. അവനൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നിന്നത്. പിന്നെ പെണ്ണ് വന്നു, വിളക്ക് വെച്ചു. എൻഗേജ്മെൻറ്റ് അവരെല്ലാം റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് വെച്ച് ദീപം തെളിയിച്ച് എൻഗേജ്മെൻറ്റ് തുടങ്ങായി. പിന്നെ ചെറുതായിട്ടൊരു നാണുണ്ട് തോന്നുന്നു കണ്ടിട്ട്. ഒന്നും കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ അവനെ വിളിച്ചു നോക്കുമ്പോൾ അവൻ എല്ലാവരുടെയും ബാക്കിൽ ഇങ്ങനെ നിൽക്കണം. ആരുടെ എൻഗേജ്മെൻറ്റ് എന്നറിയാത്ത പോലെ നിൽക്കുകയാണ്. സമയമാകുമ്പോൾ അവിടെ കയറാലോ വിചാരിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് എൻഗേജ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. റെഡിയായിട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് മോതിരമാറ്റത്തിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് രണ്ടാളും. ഹാപ്പിയാണ് ആൾ. ഇവരത് ലവ് മാരേജാണ്, അതിൻ്റെ ഒരു സന്തോഷം കൂടി അവർക്കുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മോതിര കൈമാറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് രണ്ടാളും. പിന്നെ ഫ്ലവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അമ്മച്ചനാണ് അവർ നടുക്ക് നിൽക്കുന്നത് കേട്ടോ. അമ്മയുടെ അച്ഛനാണ്. മുറിക്കാൻ വേണ്ടി സെറ്റിങ്സിലാണ് അവർ. പിന്നെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊന്നും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അധികം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കേക്ക് മുറിച്ച് അവർ പരിപാടി കളറാക്കിയിട്ടുണ്ട്. പിന്നെ കേക്ക് രണ്ടാളും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർ ലാസ്റ്റാണ് കഴിക്കാൻ പോയത്, ചെക്കനും പെണ്ണും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ക്ഷീണിച്ചു, അവശതയിലായി. ഓരോരോ കസേരയിൽ ഇരുന്നുകൊണ്ടിരിക്കട്ടെ. അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. നേരെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വെക്കേഷനല്ലേ, അപ്പം കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരിക്കും. അവൾ പിന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ചെക്കന് അച്ഛൻ്റെ കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഞങ്ങളെ കൂടെയാണെന്നും പറഞ്ഞിട്ട് അവിടെ ഞങ്ങളെ ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ. അവിടെ മാമിയാണിത്, അമ്മേൻ്റെ ആങ്ങളെയാണ് കേട്ടോ. ആ മാമിയോട് നല്ല കമ്പനിയാണ്. ആളായിട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടിയിരിക്കുകയാണ് രണ്ടാളും കൂടി. മാമിക്കൊക്കെ ഒരു കൊണിച്ചി കുട്ടിയാട്ടോ അവൾ. എല്ലാ വിക്രസും അവളടുത്തുണ്ട്. അവരെ കൂടെ നടക്കുന്ന പരിപാടി തന്നെയാണ് അവൾക്ക്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അവർ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവർ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി പോന്നു. ഡാൻസ് കളിക്കാനൊന്നും ആർക്കും വയ്യ, എല്ലാവരും പായസം കുടിച്ച് ക്ഷീണിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.